ഈ ഒരു വീഡിയോ ഞാൻ പങ്കുവെക്കുന്നത് ക്രാഷ് ബാരിയർ എന്താണ്, എങ്ങനെയാണ്, എന്തിനാണ് എന്നുള്ള ഒരു വീഡിയോ ആണ്. ഫുള്ളായിട്ട് ഈ വീഡിയോ ഒന്ന് കാണുക. ഇതിൽ അവിടെ താഴെ എത്തിയിട്ട് മുകളിൽ നിന്ന് താഴെ എത്തിയിട്ട് ഞാൻ നിങ്ങളോട് ഇതിൻ്റെ വിവരങ്ങൾ പങ്കുവെക്കാം. ില്ലേ അപ്പൊ നമ്മള് പോന്ന വീഡിയോ കണ്ടു നിങ്ങള്. ക്രാഷ് ബാരിയർ തുടക്കം മുതൽ നമ്മുടെ ഈ പൊൻപാറ വരെ ഇപ്പൊ ഞാൻ ഇരിക്കുന്നത് ക്രാഷ് ബാരിയറുമേണ് ഈ ഇരിക്കുന്നത്. ഇതിനാണ് ഈ ക്രാഷ് ബാരിയർ വെക്കണം എന്ന് പറയുന്നത്. അത് എന്താ സംഭവം എന്ന് അറിയങ്ങള്, ഇത് വെച്ചത് കൊണ്ട് അപകടം നടക്കൂല എന്നല്ല, അപകടങ്ങൾ നടക്കും. പക്ഷെ ഈ ക്രാഷ് ബാരിയർ ഇവിടെ വെച്ചത് കൊണ്ട് നമുക്കൊരു പക്ഷേ ഒരു വാഹനം നിയന്ത്രണം വിട്ട് കഴിഞ്ഞാൽ നേരെ ഈ വീടിൻ്റെ അവിടേക്ക് പോവാം. അപ്പോൾ ഒരു പക്ഷേ അവിടെ കല്ലോ മുട്ടികളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മരണം വരെ സംഭവിക്കും. പക്ഷെ ഒരു വാഹനം ചെറുതോതിൽ തടുത്ത് നിർത്താൻ ഈ ഒരു ക്രാഷ് ബാരിയറിന് പറ്റും എന്നുള്ള നിലക്കാണ്. അതിൽ കുറെ നിയമപരമായിട്ട് കുറെ പഞ്ചായത്തിന്റെ പാട്ടുകൾ സംഭവിച്ചു, നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ പാട്ടുകൾ സംഭവിച്ചു. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ചു അവിടെ. അതുകൊണ്ടാണ് ഈ ഒരു ക്രാഷ് ബാരിയർ വെക്കണം എന്ന് പറയുന്നത്. പക്ഷെ നമ്മളെന്താ വെച്ചാൽ നമ്മുടെ ആ ഒരു പ്രദേശത്ത് ഈ ആക്സിഡന്റ് നടക്കുന്ന ഈ ഒരു ഏരിയ, നമ്മുടെ ഏരിയ കരിങ്കുന്നോണി ആ കുത്തനെയിറക്കം, ആ റോഡ് തന്നെ ശരിക്കും അവിടെ നിന്ന് ചെറിയൊരു മാറ്റം വരുത്തണം എന്നുള്ളതാണ്. പക്ഷെ അതൊന്നും പെട്ടെന്ന് നടക്കുന്ന പരിപാടികളല്ല. പക്ഷെ എത്രയും പെട്ടെന്ന് നമുക്കൊരു ക്രാഷ് ബാരിയർ ഇവിടെ വരികയാണെങ്കിൽ ഒരുപാട് ധൈര്യം തന്നെ, നമുക്കിതിങ്ങനെ കാണുമ്പോൾ തന്നെ ചിലപ്പോൾ ഒരു ധൈര്യം വരും. ഇപ്പൊ നമ്മൾ 2 ദിവസം മുന്നേ വീഡിയോ ഇട്ടു. അപ്പൊ ആ കാട് ഫുള്ള് നമ്മുടെ കരിങ്കുന്നോണിയത്തെ ക്ലബ്ബ് പ്രവർത്തകരും നാട്ടുകാരും വെട്ടുന്ന ആ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെച്ചു. അപ്പോൾ ഇതുപോലത്തെ ക്രാഷ് ബാരിയർ എന്നുള്ളത് ഞാൻ ഇറങ്ങി പോന്നപ്പോൾ അതാണ് സംഭവം. നിങ്ങളെ കാണിക്കാത്തവർക്ക്, അറിയാത്തവർക്ക്, മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ടാണ് എന്താണ് ഈ ക്രാഷ് ബാരിയർ എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ എടുത്ത് പോകുന്നുള്ളത്. ഇനി നമുക്ക് അങ്ങോട്ട് കയറുമ്പോഴും ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. എന്തായാലും അതിൻ്റെ വർക്ക് ഇപ്പം ഇനിയിപ്പോൾ ഇലക്ഷൻ നടക്കുന്നത് കൊണ്ട്, നിലമ്പൂർ നമ്മുടെ ഇലക്ഷൻ നടക്കുന്നത് കൊണ്ട് ഇതിനൊരു നിയമചട്ടങ്ങളുണ്ട്. അപ്പൊ എന്തായാലും ഇത് 25-ാം തീയതി കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി അതിന്റെ വർക്കും കാര്യങ്ങളും. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് എന്ത് സ്ഥാപിക്കാൻ കഴിയും, അല്ലെങ്കിൽ എന്ത് അവിടെ തടവ് നിർമ്മിക്കാൻ കഴിയും എന്നുള്ള ഒരു ചർച്ചയും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ നമ്മൾ വീഡിയോ പങ്കുവെച്ചിരുന്നു. അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനും എൻ്റെ സുഹൃത്തും ഈ ഒരു പ്രദേശത്തേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ താഴേക്ക് ഇറങ്ങുന്ന ഭാഗം, അതായത് ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്ന ഒരു ഏരിയ ഇങ്ങനെയാണ് അധികം നടക്കുന്നത്.
ഇറങ്ങി വരുന്ന വാഹനങ്ങൾക്കാണ് ഈ ഒരു അപകടം സംഭവിക്കാറുള്ളത്. അതുപോലെ തന്നെ കയറ്റം കയറി വന്ന് മുട്ടുമ്പോഴുള്ള ആ ഒരു പ്രശ്നത്തിലും അപകടത്തിൽ വാഹനം ബാക്കോട്ട് പോയിട്ട് അപകടം നടക്കാറുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ സമയത്ത് നമ്മൾ ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ടെങ്കിൽ അത് ഏത് ഗിയറിലാണോ കയറിയിട്ടുള്ളത് അതേ ഗിയറിൽ ഇറങ്ങിപ്പോകണം എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്നലെ ഇവിടെ കാട് വെട്ടിയൊക്കെ 2 ദിവസം മുന്നേ കാട് വെട്ടിയൊക്കെ ഉഷാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇറക്കം. വരുന്ന ആളുകൾ പരമാവധി നല്ലവണ്ണം ശ്രദ്ധിച്ചു പോരുക. കാരണം വാഹനമാണ്, നിയന്ത്രണം കയ്യിൽ നിന്ന് പോയാൽ പിന്നെ ഒരു രക്ഷയുമില്ല. എന്തായാലും ഇതിൻ്റെ ബോർഡുകളും കാര്യങ്ങളൊക്കെ ഇവിടെ സ്ഥാപിക്കേണ്ട പരിപാടികളുണ്ട്. അതുപോലെ തന്നെ ക്രാഷ് ബാരിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് എന്തൊക്കെയോ ചെറിയ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും അങ്ങനെ വിവരങ്ങൾ കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം.